ഞാൻ ആർ ജെ അശ്വിൻ, എന്നോടൊപ്പം ആർ ജെ ആശ. NKM 0.3 FM നമ്മുടെ സ്കൂളിലെ ആദ്യ FM സംപ്രേഷണം ഇന്ന് ആരംഭിക്കുന്നു. ഹായ് കൂട്ടുകാരെ, ഞാൻ ആർ ജെ ആർച്ച, എന്നോടൊപ്പം ആർ ജെ അശ്വിൻ. അതെ, NKM 0.3 FM, നന്മയുടെ ശബ്ദം, നേരിന്റെ ശബ്ദം, ഫുൾ ഓഫ് ഫൺ. കേൾക്കാം, കേൾപ്പിക്കാം. NKM ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുരോഗമന പാതയിൽ മറ്റൊരു പൊൻതൂവൽ കൂടിയാണ് NKM 0.3 FM. അല്ല, ആശംസകൾ അറിയിക്കുന്നത് ആരൊക്കെയാണ് ആർച്ച? അശ്വിൻ, ആശംസകൾ അറിയിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ജയന്തി ടീച്ചർ, വൈസ് പ്രിൻസിപ്പൽ മിനി ടീച്ചർ, PTA പ്രസിഡന്റ് സുരേഷ് സാർ എന്നിവരാണ്. അതെ ആർച്ച, ഇനി നമുക്ക് അവരുടെ വാക്കുകൾ ശ്രമിക്കാം. ഇത് NKM 0.3 FM, നന്മയുടെ ശബ്ദം, നേരിന്റെ ശബ്ദം, ഫുൾ ഓഫ് ഫൺ. ഞാൻ ജയന്തി, പ്രിൻസിപ്പൽ NKM GHSS ധനുവച്ചപുരം. നമ്മുടെ സ്കൂളിൻ്റെ വികസന പാതയിൽ ഒരു പുതിയ സംരംഭമായി NKM 0.3 FM തുടങ്ങുന്നു എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട്. നമ്മുടെ സ്കൂളിൽ നടക്കുന്ന വിവിധ പ്രവർത്തനങ്ങളും പരിപാടികളും പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ സംരംഭത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് എല്ലാ ആശംസകളും നേരുന്നു. നമസ്കാരം, ഞാൻ മിനി പ്രകാശ്, NKM ഗവൺമെൻറ് HSS ധനുവച്ചപുരം സ്കൂളിലെ പ്രഥമ അധ്യാപിക. നമ്മുടെ സ്കൂളിൽ NKM 0.3 FM റേഡിയോ പ്രോഗ്രാം ആരംഭിച്ചിരിക്കുന്നു. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അഭിനന്ദിക്കുന്നു. കുട്ടികളുടെ സർഗാത്മകത വർദ്ധിപ്പിക്കുന്നതിനും ശ്രോതാക്കളിൽ ആനന്ദം ഉളവാക്കുന്നതിനും NKM 0.3 FM റേഡിയോ പ്രോഗ്രാമിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം, ഞാൻ ധനുവച്ചപുരം NKM ഗവൺമെൻറ് HSSലെ PTA പ്രസിഡന്റ് TT സുരേഷാണ്. നെയ്യാറ്റിൻകര താലൂക്കിലെ പൊതുവിദ്യാലയങ്ങളിൽ ഭൗതിക സാഹചര്യങ്ങളിലും ഗുണനിലവാരമുള്ള പഠന പ്രക്രിയകളിലും ഏറെ മുന്നിലാണ് ധനുവച്ചപുരം ഗവൺമെൻറ് NKM HSS. സ്കൂളിൻ്റെ നേട്ടങ്ങളുടെ പട്ടികയിലെ പുത്തൻ സംരംഭം എന്ന നിലയിൽ പുതുതായി ആരംഭിക്കുന്ന NKM 0.3 FM റേഡിയോ പ്രക്ഷേപണ പരിപാടിക്ക് സ്കൂൾ PTA എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. ആശംസകൾ കേട്ടില്ലേ കൂട്ടുകാരെ? അശ്വിൻ, ഇന്ന് എന്തൊക്കെ വിഭവങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്? ഇന്ന് അതിഥി എന്ന ആദ്യ സെഗ്മെന്റിൽ ഒരു സർപ്രൈസ് ഉണ്ട്. പിന്നെ മധുരം മലയാളം, നാട്ടുറിവ് തുടങ്ങിയ വിഭവങ്ങളാണ് ആർച്ച. ശരി, ആദ്യം NKM 0.3 FMൽ ഇന്നത്തെ അതിഥി എന്ന സെഗ്മെന്റിൽ അതിഥിയായി എത്തുന്നത് ആരാണ്? ഇന്നത്തെ അതിഥിയായി എത്തുന്നത് പ്രശസ്ത കവി ശ്രീ ബിജു ബാലകൃഷ്ണൻ സാറാണ്. സാറിനെ നമുക്ക് സ്നേഹാദരവോടെ സ്വാഗതം ചെയ്യാം. പ്രശസ്ത കവി ശ്രീ ബിജു ബാലകൃഷ്ണൻ സാറിനെ NKM 0.3 FMലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മുടെ സ്കൂളിലെ പൂർവ്വ അധ്യാപകൻ എന്ന നിലയ്ക്ക് സ്കൂളിനോടുള്ള ബന്ധം എങ്ങനെയാണ്? ഹയർ സെക്കൻഡറി വിഭാഗം സർക്കാർ അനുവദിച്ച് തന്ന കാലം മുതൽ ഏതാണ്ട് 2004 ഒടുവിൽ വരെ അവിടെ മലയാളം അധ്യാപകനായി സേവനം അനുഷ്ഠിച്ചിരുന്ന ഒരാളാണ് ഞാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം ആ വിദ്യാലയം വെറും ഒരു ഇടമായിട്ടല്ല അനുഭവപ്പെടുന്നത്. ആ കാലത്ത് ഓൺലൈൻ അഡ്മിഷൻ സംവിധാനം ആയിട്ടില്ല. ഏകജാലകം ഇല്ലാത്ത കാലത്ത് അവിടെ അഡ്മിഷൻ നടത്തുന്നത് മുതൽ എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ ഒരു കൂട്ടം അധ്യാപകർ പ്രത്യേകം തന്നെ അവിടെ ശ്രദ്ധിച്ചിട്ടുണ്ട്. സെല്ലുലോയിഡ് എന്ന പൃഥ്വിരാജിന്റെ സിനിമയിലെ സംഭാഷണങ്ങൾ താങ്കളുടെ സംഭാവനയായിരുന്നല്ലോ, അതിനെക്കുറിച്ച് പറയാമോ? 2011 കമൽ ചിത്രീകരിച്ച സെല്ലുലോയിഡ് എന്ന സിനിമയുടെ സംഭാഷണങ്ങൾ ആ തിരുവിതാംകൂർ ഭാഷയിൽ ഒരുക്കിക്കൊടുക്കാൻ എന്നെ നിർദ്ദേശിച്ചത് മലയാളത്തിൻ്റെ പ്രിയ കവി, നമ്മുടെ നാട്ടുകാരൻ കൂടിയായ ധനുവച്ചപുരത്ത് തന്നെ കലാലയത്തിൽ പഠിച്ചുപോയ കവി പ്രൊഫസർ V മധുസൂദനൻ നായർ സാറാണ്. കമൽ സാറിനോടൊപ്പം 50 ദിവസത്തിലധികം ആ സിനിമയുമായി ബന്ധപ്പെട്ടും പ്രവർത്തിക്കാൻ എനിക്ക് അവസരം കിട്ടി. ആ സന്ദർഭത്തിൽ ഈ ധനുവച്ചപുരത്തെ, എൻ്റെ നാട്ടിലെ ഒക്കെ ഭാഷ എന്നിൽ കുട്ടിക്കാലത്ത് തൊട്ടു നിന്നത് എടുത്തു കൊടുക്കാനാണ് ഞാൻ ശ്രമിച്ചത്. അതുപോലെ വരയ്ക്കാനെ കൊണ്ട് തമ്പി അംഗത്തിൻ്റെ വിളയി പെയ്യപ്പം എവള് വന്ന് അന്വേഷിച്ച് എന്ന്
PK റോസിയുടെ അമ്മ PK റോസി ആ സിനിമയിൽ പറയുമ്പോഴും ഇതാണ് ഫിലിം, സെല്ലുലോയിഡ് എന്നാണ് സായിപ്പ് പറയുന്നത് എന്ന് പൃഥ്വിരാജ് പറയുമ്പോഴും, അത് ജെസി ഡാനിയൽ പറയുമ്പോഴും, അന്ന് ക്യാപിറ്റോളിൽ കൊണ്ട് ഈ ദാനിയൽ സിനിമ കാണിച്ചപ്പോഴും ഞാൻ ചോദിച്ചില്ലേ ഇതിലുള്ള ആളുകൾ എങ്ങനെയാണ് അനങ്ങണത് ദാനിയലെ എന്ന് വളരെ താളാത്മകമായി മമത മോഹൻദാസ് ജാനറ്റ് എന്ന കഥാപാത്രം സിനിമയിൽ പറയുമ്പോഴും ഒക്കെ ഈ നമ്മുടെ നാടിൻ്റെ മലയാള ചന്തം അതിലേക്ക് തൊട്ടുവയ്ക്കാൻ എടുത്തു വയ്ക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് കൃത്യമായി ആ സിനിമയിലൂടെ പറയാൻ എന്നെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ ഈ നാട്ടിലെ സാധാരണക്കാരുടെ സംഭാഷണങ്ങളാണ്. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാർ CV രാമൻപിള്ള, SV വേണുഗോപൻ നായർ, നമ്മുടെ ഈ പ്രമുഖരായിട്ടുള്ള ആദരണീയരായിട്ടുള്ള ഈ എഴുത്തുകാരുടെയൊക്കെ ഭാഷ, ജി വിവേകാനന്ദൻ, അങ്ങനെ കള്ളിച്ചെല്ലമ്മയിലും അതുപോലെ തന്നെ മറ്റ് പലതിലും കിടക്കുന്ന മാർത്താണ്ഡവർമ്മ, അതുപോലെ കഥകൾ അതിസാദരം, ഇങ്ങനെ ഇവരുടെയൊക്കെ പല കൃതികളും ഒക്കെ നമുക്ക് കൂട്ടായിട്ടുണ്ട്. അപ്പോഴും നാട്ടുമൊഴി അതിനെ ഒന്ന് എടുക്കുകയാണ് ആ സിനിമയിലൂടെ ചെയ്ത്. സിനിമയ്ക്ക് സ്റ്റേറ്റ് അവാർഡും നാഷണൽ അവാർഡും ഒക്കെ കിട്ടിയപ്പോൾ ഈ ഭാഷയെക്കുറിച്ചും പല പ്രമുഖരും വളരെ അഭിമാനത്തോടെ പറയുകയുണ്ടായി. തെക്കൻ നാട്ടുഭാഷയ്ക്ക് എന്തെന്നില്ലാത്ത ഒരു ബലമുണ്ട്, താളമുണ്ട്, ഈണമുണ്ട്, ഇൻപമുണ്ട്. അത് പുതുതലമുറ അറിയാതെ പോകരുത്. താങ്കൾ പൊതുവിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഒന്ന് വിശദീകരിക്കാമോ? പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കൈറ്റ് വിക്ടേഴ്സ് ചാനലിൽ 2 പരിപാടികൾ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് എൻ്റെ എഴുത്തുകാർ എന്നതാണ്. മലയാളത്തിൽ ഏറെ ശ്രദ്ധേയരായിട്ടുള്ള പലരും അവരുടെ കുട്ടിക്കാലത്തെ വായനാനുഭവങ്ങൾ, അവരുടെ ജീവിതാനുഭവങ്ങൾ പുതുതലമുറയോട് പറയാൻ പാകത്തിനാണ് ആ പരിപാടി ഞാൻ നടത്തുന്നത്. അതിൽ ഒരു സങ്കീർത്തനം പോലെ നമ്മൾ തിരിച്ചറിയുന്ന പെരുമ്പടവം ശ്രീധരൻ എന്ന മലയാളത്തിൻ്റെ ആ മഹാപ്രതിഭ, ഇല്ലവും ഉൾക്കടലുമൊക്കെ നമുക്ക് തന്ന അധ്യാപകൻ കൂടിയായ ഡോക്ടർ ജോർജ് ഓണക്കൂർ എന്ന അതുല്യ പ്രതിഭ, നിരവധി ചലച്ചിത്ര ഗാനങ്ങളും കവിതകളും മലയാളത്തിന് തന്ന ദേവദാരു പൂത്തു എന്ന് പാടിക്കൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ താഴ്വരയിലെത്തുന്ന ശ്രീ ചുനക്കര രാമൻകുട്ടി സാർ എന്ന് ഒതുങ്ങുന്നില്ല. ഇങ്ങോട്ട് ഏഴാച്ചേരി ഉൾപ്പെടെയുള്ള മലയാളത്തിൻ്റെ പ്രമുഖർ പല ഘട്ടങ്ങളിലായി, SV വേണുഗോപൻ നായർ സാർ ഉൾപ്പെടെ, ഞാൻ പറഞ്ഞാൽ അത് എത്രയോ എപ്പിസോഡ് അത് വിക്ടേഴ്സ് തന്നെ യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ട്. ഇനിയും ഒത്തിരി അവർ അതിൽ അപ്ലോഡ് ചെയ്യാനുമുണ്ട്. ഒരു നല്ല കവിതയിൽ എന്തെല്ലാം ഘടകങ്ങൾ ഉണ്ടാവണം? ഓരോ കവിതയും മനോഗുണം ഉണ്ടാക്കാൻ പാകത്തിന് ഉള്ളതാകണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മൾ ശബ്ദാർത്ഥവും സഹിതവും കാവ്യം എന്ന് പറയുമ്പോൾ ശബ്ദവും അർത്ഥവും ചേരുന്ന ആ കാവ്യം വെറും വാക്കുകളല്ല. 2 വാക്കുകളെ എടുത്ത് ഒരു നക്ഷത്രത്തെ ജ്വലിപ്പിക്കുകയാണ് ആത്മാംശവും ചേർത്ത് എഴുത്തുകാരൻ ചെയ്യുന്നത്. ലിറ്ററേച്ചർ ഈസ് ദ എക്കോ ഓഫ് റിയൽ സോൾ എന്നും പറയാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ആ നക്ഷത്ര വെട്ടം എല്ലാ തരത്തിലും ഇരുളിനെ അകറ്റാനുള്ളതാണ്. മനസ്സുകളിലേക്ക് മലീമസമായ പലതും അടിച്ചേൽപ്പിക്കലല്ല, മനസ്സിലെ മാലിന്യങ്ങളെ പുറന്തള്ളാൻ പാകത്തിന് വെളിച്ചം പടർത്തുമ്പോൾ അത് വായനക്കാരനിൽ മനോഗുണം ഉണ്ടാക്കുമ്പോൾ കാവ്യ ലക്ഷ്യം അത് ഗുണത്തിലേക്ക് എന്നത് നമ്മൾ തിരിച്ചറിയും. അതാണ് ഏതെഴുത്തിലും ഉണ്ടാകേണ്ടതെന്നാണ് എൻ്റെ ഒരു പക്ഷം. താങ്കൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന കവി അല്ലെങ്കിൽ കവിത ഏതാണ്? അത് എന്തുകൊണ്ടാണ്? സംസ്ഥാന കലോത്സവത്തിൽ പദ്യം ചൊല്ലലിൽ സമ്മാനാർഹമായ കവിത, പിന്നെ പല തരത്തിൽ സർവകലാശാല സിലബസുകളിൽ ഒക്കെ വന്നു പോയിട്ടുണ്ട്. കടലിരമ്പുമ്പോൾ എന്ന കവിത. കന്യാകുമാരി കടലിരമ്പുമ്പോൾ കലങ്ങി മറിയുന്നതാരുടെ ഹൃത്തടം,
തിരകൾ എല്ലാം തകർത്തു വീശുമ്പോൾ തീരത്തിലെങ്ങും തിരയുന്നതാരണീ എന്നതാണ് ആ കവിത. ഇതുപോലെ തന്നെ ചില പഠന ഗ്രന്ഥങ്ങൾ, ഗന്ധർവമാനസം, വിഷുസങ്കല്പം മലയാള കവിതയിൽ, പുരപ്പണിയുടെ രഹസ്യങ്ങൾ എന്നിങ്ങനെ ഒക്കെ എൻ്റേതായി പുസ്തക രൂപത്തിൽ വന്നിട്ടുണ്ട്. കവിതകളിലേക്ക് പോകുമ്പോൾ തന്നെ നഷ്ടവും വിഷുക്കണി.കോമും അതുപോലെ പുതിയ കാലത്തിൻ്റെ എഴുത്തിൽപ്പെടുന്ന കടമ്പൻ മൂത്താനും ഒക്കെ എൻ്റേതായി ഉണ്ട്. അതിലൊക്കെ ചില കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. കവിത ഇത്രയും സമയം ഞങ്ങളോടൊപ്പം NKM 0.3 FM-ലെത്തി അനുഭവങ്ങൾ പങ്കുവച്ച, ഒട്ടേറെ പുരസ്കാരങ്ങൾ നേടിയ പ്രശസ്ത കവി ശ്രീ ബിജു ബാലകൃഷ്ണൻ സാറിന് NKM 0.3 FM-ന്റെ നന്ദി അറിയിക്കുന്നു. ഇത്രയും സമയം എൻ്റെ വാക്കുകൾ കേട്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. നമസ്കാരം. പ്രശസ്ത കവി ശ്രീ ബിജു ബാലകൃഷ്ണ സാറിന്റെ അഭിമുഖം കേട്ടില്ലേ കൂട്ടുകാരെ? അടുത്തതെന്താണ് അശ്വിൻ? അടുത്തത് മധുരം മലയാളം. കൂട്ടുകാരെ, നിങ്ങൾ കവിതകൾ ഇഷ്ടമല്ലേ? ഇന്നത്തെ മധുരം മലയാളത്തിൽ 7 വീളെ അദീന അവതരിപ്പിക്കുന്ന ഒരു കവിതയാണ്. കേൾക്കാം, കേൾപ്പിക്കാം. NKM 0.3 FM. വിനോദ് പൂവക്കോട് രചിച്ച കാട്ടുപൂവെന്ന കവിതയിലെ ഏതാനും വരികളാണ് ഞാൻ ഇവിടെ പാരായണം ചെയ്യുവാനായി പോകുന്നത്. ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ പുഞ്ചിരിയൊന്നു മാത്രം. മഴവില്ലു പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും. ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ പുഞ്ചിരിയൊന്നു മാത്രം. മഴവില്ലു പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും. കൃഷ്ണ തുളസി കതിർത്തുമ്പ് മോഹിക്കും നിന്റെ വാർമുടി ചുരുളിലെത്താൻ. പൂജയ്ക്കെടുക്കാത്ത പൂവായ ഞാനും മോഹിച്ചിടുന്നു നിന്നരികിലെത്താൻ. മണമില്ല, മധുവില്ല, പൂജയ്ക്കെടുക്കില്ല, താനേ വളർന്നൊരു കാട്ടുപൂവാണു ഞാൻ. വിടരും മുൻപേ പൊഴിയുന്ന ഇതളുള്ള പൂജയ്ക്കെടുക്കാത്ത കാട്ടുപൂവാണു ഞാൻ. ഇഷ്ടമാണെന്നൊന്നു ചൊല്ലുവാൻ വേണ്ടി നിത്യവും നിൻ മുൻപിലെത്തിടുമ്പോൾ നിന്റെ കൊലുസിൻ്റെ നാദങ്ങളിൽ ഞാൻ താനേ മറന്നൊന്നു നിന്നിടുന്നു. ഒന്നും പറയാതെ അറിയാതെ പോയിടുന്നു. ഇഷ്ടമല്ലെന്നൊരു വാക്കു നീ ചൊല്ലിയാൽ വ്യർത്ഥമായി പോകുമെൻ ജീവിതം. ഇഷ്ടമല്ലെന്നൊരു വാക്കു നീ ചൊല്ലിയാൽ വ്യർത്ഥമായി പോകുമെൻ ജീവിതം. നീ നടക്കും വഴിയോരത്ത് എന്നെ കണ്ടാൽ ചിരിക്കാതെ പോകരുതേ. നീ നടക്കും വഴിയോരത്ത് എന്നെ കണ്ടാൽ ചിരിക്കാതെ പോകരുതേ. നിന്റെ ഈ പുഞ്ചിരി മാത്രം മതി എനിക്കിനിയുള്ള കാലം
കാത്തിരിക്കാൻ. നിന്റെ ഈ പുഞ്ചിരി മാത്രം മതി എനിക്കിനിയുള്ള കാലം കാത്തിരിക്കാൻ. ഇനിയുള്ള കാലം കാത്തിരിക്കാൻ. ഇനിയുള്ള കാലം കാത്തിരിക്കാൻ. മനോഹരമായ ഒരു കവിത അധീനയുടെ ശബ്ദത്തിൽ കേട്ടില്ലേ കൂട്ടുകാരെ? ഇനി എന്താണ് അടുത്തത്? ഇനി കുറച്ച് നാട്ടറിവായാലോ? അടുത്തതായി നാട്ടറിവുമായി എത്തുന്നു ഏഴിയയിലെ തൃത്ത. റാന്തൽ വിളക്ക് പഴയ കാലത്ത് രാത്രികാലങ്ങളിൽ വെളിച്ചത്തിനു വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു വിളക്കാണ് റാന്തൽ. കേരളത്തിലെ ചില ഭാഗങ്ങളിൽ പാനീസ് വിളക്ക് എന്നും ഇതിനെ പറയാറുണ്ട്. പാനീസ് വിളക്കിനെ അറബിയിൽ ഫാനൂസ് എന്ന് വിളിക്കുന്നു. ഇന്നത്തെ നാട്ടറിവ് എങ്ങനെയുണ്ടായിരുന്നു കൂട്ടുകാരെ? എല്ലാവർക്കും ഇഷ്ടമായോ? ധനുവച്ചപുരം NKM ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്ലബ് ആക്ടിവിറ്റികളും വിവിധ പ്രവർത്തനങ്ങളും നടത്തിവരുന്നു. ജൂനിയർ റെഡ് ക്രോസ്, ലിറ്റിൽ കൈറ്റ്സ്, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങിയ യൂണിറ്റുകൾ ഭംഗിയായി പ്രവർത്തിക്കുന്നു. എക്കോ ക്ലബിൻ്റെ കീഴിൽ പച്ചക്കറി കൃഷി, ഗാർഡനിങ് നടത്തിവരുന്നു. വർക്ക് എക്സ്പീരിയൻസ് പ്രത്യേകം പരിശീലനം നൽകുന്നു. ദിനാചരണങ്ങൾ നടത്തിവരുന്നു. അക്കാദമിക പ്രവർത്തനങ്ങൾക്ക് നന്നായി പരിശീലനം ലഭിച്ച അധ്യാപകർ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നു. അനിഷ്മ ASന്റെ സ്കൂൾ വാർത്തകൾ എന്ന ഈ സെഗ്മെന്റോട് കൂടി ഇന്നത്തെ പരിപാടികൾ ഇവിടെ അവസാനിക്കുന്നു. NKM 0.3 FM ഫുൾ ഓഫ് ഫൺ. കേൾക്കാം, കേൾപ്പിക്കാം. NKM 0.3 FM. കേൾക്കാം, കേൾപ്പിക്കാം. ഞാൻ അശ്വിൻ, എന്നോടൊപ്പം RJ ആർഷ. We're signing off. Goodbye. We are signing off. Goodbye. NKM 03 FM. Lovely, lovely. Full of fun, full of joy, full of fair. NKM 03 FM. NKM 03 FM. NKM 03 FM. Dead bell. Lovely, lovely. Full of fun, full of joy, full of fair. NKM 03 FM. NKM 03 FM. Lovely, lovely. Full of fun, full of joy, full of fair. NKM 03 FM. NKM 03 FM.